ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞു വിവിപാറ്റ് എണ്ണണം വിശ്വാസ്യതയാണ് പ്രധാനം എന്നതിന് ഉത്തരമാകുന്നു 5% വിവിപാറ്റ് എണ്ണണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഫലം വൈകിയാലും കുഴപ്പമില്ല, 6 ദിവസം കാത്തിരിക്കാൻ തയ്യാറാണ്, 50% വിവിപാറ്റ് എണ്ണുക തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ വന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയായിരുന്നു 21 പ്രതിപക്ഷ പാർട്ടികളും. ഇത്രയും സ്ലിപ്പുകൾ എണ്ണിയാൽ ഫലം പ്രഖ്യാപിക്കാൻ 6 ദിവസം വൈകുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തെയും കേസിലെ ഹർജിക്കാരായ പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തള്ളിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത വെച്ച് നോക്കുമ്പോൾ 6 ദിവസം വൈകുന്നത് അത്ര ഗുരുതരമായ കാലതാമസമല്ലെന്നും സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിരുന്നു. 50% സ്ലിപ്പുകൾ എണ്ണി ഒത്തുനോക്കുകയാണെങ്കിൽ ഫലപ്രഖ്യാപനം 6 ദിവസം വരെ വൈകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. പല നിയമസഭാ മണ്ഡലങ്ങളിലും 400-ലേറെ പോളിംഗ് ബൂത്തുകളുണ്ട്. അവിടങ്ങളിലെ സ്ലിപ്പുകൾ എണ്ണാൻ 8-9 ദിവസം വേണ്ടി വന്നേക്കുമെന്നും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് പ്രതിപക്ഷം കമ്മീഷന്റെ വാദങ്ങൾ തള്ളിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയോ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയല്ല ഹർജിയുടെ ലക്ഷ്യമെന്ന് സത്യവാങ്മൂലത്തിൽ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാനാണ് പകുതി സ്ലിപ്പെങ്കിലും എണ്ണണമെന്ന് ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായാണ് എല്ലാ വോട്ടിംഗ് മെഷീനുകളിലും വിവിപാറ്റ് ഘടിപ്പിക്കുന്നത് യാഥാർത്ഥ്യമായത്. ഈ സാഹചര്യത്തിൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതുണ്ട്. കമ്മീഷൻ പറയുന്നത് പോലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുന്നതിന് 6 ദിവസം ആവശ്യമില്ല. ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണാൻ ഒരാളെയാണ് നിയോഗിക്കുന്നത്. 50% സ്ലിപ്പുകൾ എണ്ണുകയാണെങ്കിലും അതേയാൾ തന്നെ ചെയ്യണമെന്ന സങ്കല്പത്തിലാണ് ശരാശരി 6 ദിവസം വേണ്ടിവരുമെന്ന കമ്മീഷൻ പറയുന്നത്. ഓരോ ബൂത്തിലും 2 പേരെ നിയോഗിച്ചാൽ 2.5 ദിവസം കൊണ്ട് 50% സ്ലിപ്പുകൾ പരിശോധിക്കാം. ഇനി കമ്മീഷൻ പറയുന്നത് പോലെ 6 ദിവസം തന്നെ എടുത്താലും തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത വെച്ച് നോക്കുമ്പോൾ അത് ഗുരുതരമായ കാലതാമസമല്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ രീതി പ്രകാരം വോട്ടുകളുടെ സ്ലിപ്പുകൾ മാത്രമേ എണ്ണുന്നുള്ളൂവെന്ന് ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. TDP നേതാവും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ N. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ 6 ദേശീയ പാർട്ടികളുടെയും 15 പ്രാദേശിക പാർട്ടികളുടെയും നേതാക്കളാണ് ഹർജി നൽകിയത്. അതേസമയം ഇപ്പോഴത്തെ രീതിക്ക് കൃത്യതയുണ്ടെന്നാണ് കമ്മീഷന്റെ വാദം. ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഒരു ബൂത്തിലെ സ്ലിപ്പുകൾ മാത്രം എണ്ണി നോക്കുന്ന ഇപ്പോഴത്തെ രീതിക്ക് 99%-ലേറെ കൃത്യതയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. കൂടുതൽ സ്ലിപ്പുകൾ എണ്ണിയതുകൊണ്ട് ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ പോകുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലവിലെ രീതി മാറ്റുന്നത് എളുപ്പമല്ലെന്നും അതിനാൽ ഹർജികൾ തള്ളണമെന്നുമാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു വിവിപാറ്റ് എണ്ണുക തന്നെ വേണം, 5% വിവിപാറ്റ് എണ്ണണമെന്നും വിശ്വാസ്യത അതോടുകൂടി ഉറപ്പുവരുമെന്നുമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം വളരെ ഗൗരവമുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വിവിപാറ്റ് എണ്ണണം, വിശ്വാസ്യത ഉറപ്പുവരുത്തണമെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വാദത്തിന് ഇപ്പോൾ ഒരു ഫലം കണ്ടിരിക്കുന്നു. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് വിവിപാറ്റ് എണ്ണണമെന്ന്.